നിങ്ങൾ ഇവിടുത്തെ CCTV ചെക്ക് ചെയ്യ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പോട്ടോ. വാ, നമുക്ക് CCTV നോക്കാം. ദേവി, എന്താ ഇത്? എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ. ആനന്ദിനെ വിളിച്ചപ്പോ കൃഷ്ണേട്ടൻ ഉറക്കമാണെന്ന് പറയുന്നു. ആനന്ദ് സത്യം തന്നെ ആയിരിക്കുമോ പറഞ്ഞത്? ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? ഇപ്പൊ എനിക്കെന്റെ കൃഷ്ണേട്ടനെ കാണണം. നമസ്കാരം ഉണ്ടെങ്കിലേ. അങ്കിൾ എന്താ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുന്ന? ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകണം ഡോക്ടർ. ഡോക്ടർ പറയുന്ന ദിവസം ഞാൻ ചെക്കപ്പിന് വരാം. കൃത്യമായി റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഇന്ന് എന്നെ ഡിസ്ചാർജ് ആക്കണം. ഓക്കെ, താങ്ക് യു. സിസ്റ്റർ, ഡിസ്ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തോളൂ. കേട്ടല്ലോ? ഓക്കെ, താങ്ക്സ്. ശരി, ഓക്കെ. ശരി ശരി. എന്താ ആനന്ദ് ആലോചിക്കുന്നത്? എല്ലാം നല്ലതിന് തന്നെ. പോയി ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വാ. പേഷ്യന്റിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യണം. അപ്പപ്പോ തന്നെ കാര്യങ്ങൾ അറിയിക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കണം. പിന്നെ എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആനന്ദ്, ടെൻഷൻ കാരണം ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നമ്മുടെ മേനോൻ സാറിന്റെ അവസ്ഥ എന്താ? ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും? സോറി ആനന്ദ്, ഇതുവരെ മാറ്റമൊന്നുമില്ല. ബട്ട് റെസ്പോണ്ടിങ് ടു ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയമെടുക്കും. എത്ര നാളെടുത്താലും എനിക്ക് അദ്ദേഹത്തെ പഴയതുപോലെ തിരിച്ചു തരണം. ശ്രമിക്കാം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എല്ലാം ഫയൽ നോക്കി ചെയ്യും. ഹലോ. ഇല്ല. ശരി ശരി, പിന്നെ വിളിക്കാവേ. എന്തായി ആന്റി ആലോചിക്കുന്നേ? അത് ചോദിക്കാൻ ചെന്നാ എന്റെ തലേ കയറാൻ വരും. എന്തെങ്കിലും ആയിക്കോട്ടെ. ആന്റി, അഖിലാന്റി വരുന്നുണ്ട്.
ഇവളോട് 2 പറയാന്ന് കരുതിയതാ. ആ സമയത്ത് അഖിലയും വന്നു. കല്യാണി, നല്ല ചൂടോടെ ചായ എടുത്തിട്ട് വാ. പോ. ചേച്ചി, ശിവരാമേട്ടൻ വിളിച്ചായിരുന്നോ? കല്യാണി മാഡം. ഇന്ന് കൃഷ്ണേട്ടന്റെ പിറന്നാളാ. ഉച്ചയ്ക്ക് സദ്യ വേണം. ആ ശരി മാഡം. ചേച്ചി, അതിന് ശിവരാമേട്ടൻ ഹോസ്പിറ്റലല്ലേ? ഞാനും ആന്റിയും ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഹോസ്പിറ്റലിലേക്കോ? അതെ, ഞങ്ങള് കൃഷ്ണേട്ടനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ഓ, കൃഷ്ണേട്ടാ, ഞാനും നന്ദനയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരാൻ ഇറങ്ങുമായിരുന്നു. ഡിസ്ചാർജ് വാങ്ങി കൃഷ്ണേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോഴേക്കും ഇങ്ങ് എത്തിയല്ലേ. അമ്മേ, അച്ഛൻ നിർബന്ധപൂർവ്വം ഡോക്ടറോട് ചോദിച്ച് ഡിസ്ചാർജ് വാങ്ങി വന്നിരിക്കുക. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ഈ പിറന്നാൾ ഇനി ഹോസ്പിറ്റലിൽ വെച്ച് ആഘോഷിക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ചു പോയി. എന്നാൽ ഇപ്പോ എനിക്ക് വലിയ സന്തോഷായി. എന്താന്നറിയില്ല, കൃഷ്ണേട്ടന്റെ ഈ കൊല്ലത്തെ പിറന്നാൾ എനിക്ക് വളരെ വിശേഷപ്പെട്ടതാ. ഒരു ദുഃഖത്തിൽ നിന്നും പെട്ടെന്ന് കരകയറി സന്തോഷത്തിലേക്ക് വന്നതുകൊണ്ടാവാം ഈ പിറന്നാളിന് എന്തോ വല്ലാത്തൊരു മധുരം. ഞാൻ പിറന്നാൾ സമ്മാനമായി എന്താ കൃഷ്ണേട്ടന് തരേണ്ടത്? നമ്മൾ ഒന്നിച്ച ശേഷം എല്ലാ പിറന്നാളിനും തരുന്നത് പോലെ ഈ പിറന്നാളിനും കൃഷ്ണേട്ടന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. സ്പെഷ്യൽ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്ത് സമ്മാനം ചോദിച്ചാലും ഞാൻ തന്നിരിക്കും. വാക്ക്. അത് തന്നെ കല്യാണിയുടെ കാര്യത്തിലും സംഭവിച്ചു. ഏതോ ഒരു നിയോഗം പോലെ കല്യാണിയുടെ കല്യാണവും വിവാഹമണ്ഡപം വരെ എത്തിയിട്ടും താലികെട്ട് നടക്കാതെ മുടങ്ങി. കൃഷ്ണേട്ടൻ പറഞ്ഞു വരുന്നത്? കാര്യകാരണങ്ങളില്ലാതെ ദൈവം ഒന്നും ചെയ്യില്ല അഖില. ആനന്ദിന്റെ ഓരോ മംഗളകാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടപ്പോഴും എങ്ങനെയൊക്കെയോ കല്യാണിയും അതുമായി റിലേറ്റഡ് ആവുകയാണ്. നീ അതോർത്ത് പലതവണ വിഷമിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി നീ കല്യാണിക്ക് അതിർവരമ്പുകൾ തീർത്തിട്ടുമുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ സംസാരിച്ചു വന്ന ഒന്ന്, കൃഷ്ണേട്ടൻ പറയുന്നത് മറ്റൊന്ന്. എന്തു പറ്റി കൃഷ്ണേട്ടന്? ആനന്ദിന്റെയും കല്യാണിയുടെയും ജാതകം കണ്ട ജ്യോത്സ്യം പറഞ്ഞത് അഖില മറന്നിട്ടുണ്ടാവില്ലല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നെങ്കിലും എനിക്കെന്റെ മനസ്സിലുള്ളത് പറഞ്ഞേ പറ്റൂ. എനിക്കെന്നും തോന്നിയിട്ടുള്ള ഒരു സത്യം, ആനന്ദിന് ദൈവം വിധിച്ച പെണ്ണ് കല്യാണിയാണ്. എന്റെ ആഗ്രഹം ആനന്ദിന്റെയും കല്യാണിയുടെയും വിവാഹം. നമുക്കത് നടത്തണം. അങ്ങനെ ഒരു വിധിയുണ്ടായാൽ എന്റെ പൈതൃകങ്ങളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാൻ ആ വിധി ഞാൻ തിരുത്തി എഴുതും.
കൽപ്പനകൾക്കതീതമെന്നും വിധി വിളയാട്ടങ്ങൾ. നിങ്ങളുടെ സംഭാഷണങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്താ ഗുരുജി അവിടുന്ന് പറയുന്നത്? ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അന്നേ ഞാൻ പറഞ്ഞതാ, കല്യാണി എന്ന നാമധേയത്തിലുള്ള മകം നക്ഷത്രക്കാരിയായ പെൺകുട്ടി വീട്ടിലുള്ളിടത്തോളം കാലം മകന്റെ വിവാഹത്തിന് തടസ്സം നേരിടുമെന്ന്. അവളുടെ സാന്നിധ്യം ശുഭകാര്യങ്ങൾക്ക് തടസ്സമാണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ മുഖവിലേക്കെടുത്തില്ല, അല്ലെങ്കിൽ സാഹചര്യം അതിനനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ മകന്റെ വിവാഹത്തിന് തടസ്സം നേരിടുകയും ചെയ്തു. ഇപ്പോ ആ പെൺകുട്ടി നിങ്ങളുടെ മരുമകളായാലോ എന്ന് ഗൃഹനാഥന്റെ നാവും ഒഴിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ അവധിക്ക് വെച്ചാൽ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. വിധിയെ വെല്ലുവിളിക്കലല്ല അതിന്റെ പ്രതിവിധി. നിങ്ങൾ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ തൽക്കാലം ഒറ്റ മാർഗമേ ഉള്ളൂ. അശുഭമായിട്ടുള്ളതിനെ അകറ്റി നിർത്തുക. അവരുടെ സാന്നിധ്യമുള്ളിടത്തോളം കാലം നിങ്ങളുടെ മകന്റെ വിവാഹം ഒരു കാരണവശാലും നടക്കില്ല. ഇവിടെ കൊണ്ടുവാ. ഇല്ല, ഞാനത് തരില്ല. മക്കളെ സ്നേഹിക്കാനാ ഞാൻ ശീലിച്ചേ, അല്ലാതെ അവരെ ശിക്ഷിക്കാനല്ല. പക്ഷേ മക്കളെ ശിക്ഷിച്ച് തന്നെ വളർത്തണമെന്നുള്ള സത്യം ഇപ്പൊ ബോധ്യായി. തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊരവസ്ഥ വരില്ലായിരുന്നു. ശരി തന്നെ. നീ പറഞ്ഞ പോലെ തിരുത്തപ്പെടേണ്ടത് എന്താണെന്ന് തിരിച്ചറിയുന്നതും തിരുത്തൽപ്പെടൽ പോലെ തന്നെ പ്രധാനമാണ്. കൃഷ്ണേട്ടൻ ഇപ്പൊ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതെ, കാലഹരണപ്പെട്ട ആചാരങ്ങളുടെ പിറകെ പോകരുത് എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് തൃച്ചംബരത്തിന്റെ പാരമ്പര്യവും പ്രശസ്തിയും ഒക്കെ മറന്ന് അടുക്കളക്കാരിയെ മരുമകളാക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം കൃഷ്ണേട്ടന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞതാ. അത് അഖിലയുടെ അവസാനത്തെ ജീവശ്വാസം നിലച്ചിട്ടേ നടക്കൂ. എന്നെ കൊണ്ട് അവിവേകമൊന്നും ചെയ്യിക്കരുത്. ആ തലയിലെങ്കിതാ, ആ തറയണെങ്കി തരാൻ പറഞ്ഞു അനുസരിക്കില്ല. നശിപ്പിക്കല്ലേ? അച്ഛൻ പറഞ്ഞ എന്ത് ഞാൻ കേട്ടോളാം. മിണ്ടരുത് നീ. അച്ഛൻ വേണ്ട. അച്ഛൻ വേണ്ട. കല്യാണി നടന്നു കയറിയത് തൃച്ചംബരത്തേക്കല്ല, നിന്റെ ഹൃദയത്തിലേക്കാണ്. എനിക്കത് നന്നായി അറിയാം. നിന്റെ മാനസപുത്രിയാണ് അവൾ. അവളെ തൃച്ചംബരത്തിൽ നിന്ന് നിനക്ക് ഇറക്കിവിടാം. പക്ഷേ ഈ മനസ്സിൽ നിന്ന് ഇറക്കിവിടാൻ നിനക്ക് കഴിയുവാക്കില്ല. ഗുരുജിയുടെ വാക്കുകൾ നാളെയുടെ സത്യങ്ങളാ. അതുകൊണ്ട് കല്യാണിയെ തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് തലയണില്ല, എന്റെ തലവിധിയാ. അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛൻ വിട്. ഒരു കാര്യം സത്യം, അഖിലയ്ക്ക് കല്യാണിയോട് ഒരു വെറുപ്പുമില്ല. അഖിലയ്ക്ക് അവളോട് അളവില്ലാത്ത സ്നേഹമുണ്ട്. കൂടാതെ ഞാൻ കല്യാണിയുടെ സ്നേഹത്തെപ്പറ്റിയും അവൾ ഈ കുടുംബത്തിന് ചെയ്ത ത്യാഗത്തെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു. ഏതായാലും ഈ കാര്യത്തിൽ അഖില ആലോചിച്ചൊരു തീരുമാനം എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അച്ഛ സത്യമാണോ പറയുന്നത്? അതോ എന്നെ സമാധാനപ്പെടുത്താനാണോ? നീ എന്റെ പ്രിയപ്പെട്ട മോനാണ്. നിന്റെ സന്തോഷമാണ് ഈ അച്ഛന്റെ സന്തോഷം.
അതിനുവേണ്ടി ഈ അച്ഛൻ പാതാളം വരെ താഴാനും തയ്യാറാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഇഷ്ടക്കൂടുതലുള്ളവരുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല, പതറിപ്പോ. ആ ഒരവസ്ഥയാ നിന്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരം ഉണ്ടായാൽ എടുത്തടിച്ചതുള്ള മറുപടിയോ ചോദ്യമോ നിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അഖിലെ സംബന്ധിച്ച് ഷീസ് ഷോക്ക്ഡ്. അതിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഒരു രീതിയിലും അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ? അറിയാൻ എന്തോ ഒരു വഴി. ഇതുവരെ വഴി തെളിച്ചു തന്ന ദൈവം ഇതിനും ഒരു വഴി കാട്ടിത്തരും. ആ തലേണയും കെട്ടിപ്പിടിച്ചോണ്ട് നടന്നു. അത് നിനക്ക് ഭയങ്കര ആശ്വാസം തരുന്നല്ലേ നീ പറഞ്ഞേ? എന്നാ ഞാൻ പറയുന്നു, ആ തലേണ എന്റെയും നിന്റെയും അന്ത്യശ്വാസം പോകാനുള്ളതാ. നിന്റെ ഈ കിനാവുകൾ ഒരിക്കലും ഫലിക്കാൻ പോകുന്നില്ല. ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ഒരിടത്ത് ശാശ്വതമായിട്ടില്ല, ശാശ്വതമാവുകയില്ല. ഈ ലോകം അങ്ങനെയുള്ളവരുടെയാ. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ കല്യാണിയെ പുറത്തൊക്കെ കാണിച്ചു തരാം. കാണിച്ചേ. കല്യാണി, ഇതെന്താ? എന്തോ കുഴപ്പമുണ്ടല്ലോ. അഖിലയുടെ അനക്കം കേട്ടാ ഓടി വരുന്ന അടുക്കളക്കാരി ഇവിടെ ഇല്ലേ? കല്യാണി, എന്താ ചേച്ചി? ചേച്ചിയുടെ ഈ ശബ്ദം കേട്ട് മുറിയിലിരുന്ന ഞാൻ വരെ ഓടി വന്നു. എന്നിട്ടും ആ വേലക്കാരി കേട്ടില്ല. മനഃപൂർവ്വം കേൾക്കാത്തതാ. ഞാൻ വിളിച്ചോണ്ടുവരാം. ചേച്ചി, അവളെ കിച്ചണിലൊന്നും ഇല്ല. കണ്ടില്ലേ, ജോലി സമയത്ത് അവൾ ഇവിടെ ഇല്ല. ചേച്ചി ഇല്ലാത്ത സമയത്തും അവളെ ഇവിടെ കാണാറേ ഇല്ല. അവക്ക് തോന്നിയ പോലെയാണല്ലോ. മതി. ഔട്ട് ഹൗസിൽ പോയി അവളെ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാ. ചെല്ല്. അവളെ ഞാൻ കയ്യോടെ പിടിച്ചോണ്ട് വരാം. അഹങ്കാരം പിടിച്ചവള്. കല്യാണി, നീ ഇതെവിടെയായിരുന്നു? ഞാൻ പുറത്തുണ്ടായിരുന്നു. അപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിളിച്ച വേഗം വന്നൂടായിരുന്നോ നിനക്ക്? നിനക്കെന്താ ചെവിയേക്കാൻ വയ്യേ? കേക്കാം മാഡം. മാഡം എന്തിനാ എന്നെ തിരക്കിയത്? അയ്യോ, നിന്റെ തിരുമുഖം ഒന്ന് കാണാൻ വേണ്ടിട്ട്. അല്ല, നിനക്ക് തൃച്ചമ്പലത്തെ കിച്ചണിലല്ലേ ജോലി? പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്താ? ഓ, ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നതായിരിക്കും അല്ലേ? പറയടി, എന്താ നീ ചെയ്തോണ്ടിരുന്നേന്ന്? എന്തോ ഒരു കള്ളത്തരം കാണിച്ച നിൽപ്പുണ്ടല്ലോ. മറുപടി ഒന്നും പറയാനില്ലേ? മരം പോലെ നിൽക്കുന്ന എന്താന്ന് ഇവിടെ നിന്നോട് പറ.
ഇവൻ ഇവിടെ ഉണ്ടോ? നീ എന്താ ഇവിടെ? ഓ, ദാസേട്ടനെ കാണാൻ വന്നതായിരിക്കും അല്ലേ? ചേച്ചി ഇവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അതാ ഞാൻ വന്നത്. കല്യാണി വേഗം വന്നേക്കണേ. വാ വാ വാ. ഈശ്വര, വല്യോൻ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് വന്നത്? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവര് നിന്നെ അടിച്ചേനെ. ഈശ്വര, ഇതിപ്പോ ചെന്ന് അഖില മേഡത്തിനോട് പറയും. പറയില്ല, ഞാൻ അത് പറഞ്ഞ് വേറെ വഴിക്കാക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാഡം എന്തിനായിരിക്കും എന്നെ വിളിപ്പിക്കണേ? അച്ഛൻ പറഞ്ഞ കാര്യത്തിന്റെ ബാക്കി എന്തെങ്കിലും ആയിരിക്കും. നീ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. നീ നടന്നോ, ഞാൻ പുറകെ വരാം. ചെല്ല്. ഓ, ഇതാണോ അരവിന്ദ് അവിടെ വെച്ച് പറഞ്ഞോണ്ടിരുന്നേ? അതെ. സോറി. അമ്മ, എന്നാ ഞാൻ ഗെയിം തുടങ്ങിക്കോട്ടെ? വേണ്ട, ഇവിടെ ഇപ്പൊ ഒരു ഗെയിമും വേണ്ട. എന്താക്കലേ, ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. ഓരോരുത്തരും നിന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാലോ. ഇതൊരു ഗെയിം അല്ലേ? നീ എന്തിനാ വേണ്ടെന്ന് പറയുന്നു? നീ സ്റ്റാർട്ട് ചെയ്തു. കൃഷ്ണേട്ടാ, അപ്പോഴേ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടും, അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടില്ല എന്നതിനെ കുറിച്ച് ഒരു 5 കാര്യങ്ങൾ പറയണം. ഒരാൾക്ക് 30 സെക്കൻഡാണ് സമയം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഒരാള് പറഞ്ഞ കാര്യം മറ്റൊരാൾ പറയാൻ പാടില്ല. ഓക്കെ? അപ്പോ ഗെയിം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നന്ദന പറഞ്ഞു തുടങ്ങിക്കോ. അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടും, എന്ത് ഇഷ്ടപ്പെടില്ല? ശരി, പറയാം. ആന്റിക്ക് എപ്പോഴും ജയമാണ് ഇഷ്ടം. അഖിലാന്റിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് വിലാസിന് ആന്റിയെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് കലക്കി ശരിയാക്കി തരാടി ഞാൻ. സോറി ആന്റി, ഒരു ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഇനി അടുത്തത് അതെ ജയന്തി, നിന്റെ സമയം കഴിഞ്ഞു. ഐസ്ക്രീം കൂടി പറയായിരുന്നു. അടുത്തത് ഇനിയിപ്പോ എളയമ്മ ഒന്ന് പറഞ്ഞേ. ഓ അരവിന്ദ്, എന്നോട് ഈ ഗെയിം ഒന്നും വേണ്ട. 10-20 കൊല്ലമായിട്ട് ഒരു നിഴല് പോലെ ഞാൻ ചേച്ചിയുടെ കൂടെ നടക്കുന്നതാ. ഓ, ചേച്ചിയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നോട് ചോദിച്ച് നീ വെറുതെ സമയം കളയൊന്നും വേണ്ട. നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കപ്പോ. ഓ ശരി. കല്യാണി, എനിക്ക് കല്യാണി പറ. അമ്മയ്ക്ക് എന്തൊക്കെ ഇഷ്ടമാണ്, എന്തൊക്കെ ഇഷ്ടമല്ല, കല്യാണി പറ. അമ്മയുടെ മനസ്സ് മുഴുവൻ പഠിച്ച നീ ഉത്തരങ്ങൾ തെറ്റിച്ചു പറഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. നീ എന്താ കല്യാണി അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാത്തത്? അത് മനഃപൂർവ്വ. മനഃപൂർവ്വോ? ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മനസ്സ് വേദനിപ്പിക്കാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? അതെ വലിയുഞ്ഞെ, മാഡത്തിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഞാൻ കൃത്യമായിട്ട് തന്നെയാ പറഞ്ഞത്. പക്ഷേ അതിലല്ല മാഡത്തിന്റെ സന്തോഷമൊന്നും ഞാൻ തിരിച്ചറിഞ്ഞത് മാഡം എന്നോട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നാ. അച്ഛാ. ആനന്ദ്, നീ ഉറങ്ങിയില്ലേ? ഇല്ലച്ചാ, എനിക്ക് അച്ഛനോട് അല്പം സംസാരിക്കാനുണ്ട്. പറയേ, എന്താ സംസാരിക്കാനുള്ളത്? കല്യാണിയുടെ കാര്യത്തിൽ അമ്മ അനുകൂലമായൊരു തീരുമാനം എടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞത്. പക്ഷേ അവളോട് അമ്മ പെരുമാറിയത് അങ്ങനെയൊന്നും അല്ലല്ലോ. നീ ഉദ്ദേശിക്കുന്നത്? അമ്മയെക്കുറിച്ച് കല്യാണി പറഞ്ഞ വാക്കുകൾ കേട്ട് അച്ഛൻ അവളെ അഭിനന്ദിച്ചു. എന്നിട്ട് അച്ഛനോട് അമ്മ ദേഷ്യപ്പെടുക ചെയ്തത്. കല്യാണി അമ്മയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടും അകാരണമായി അമ്മ അവളോട് ദേഷ്യപ്പെട്ടത്
അച്ഛൻ കണ്ടതല്ലേ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുക അച്ഛാ. അതാണോ കാര്യം? നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. അമ്മ എങ്ങനെ പെരുമാറുന്നത് കല്യാണിയോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല. അത് കല്യാണി അമ്മ പരീക്ഷിക്കുകയാണ്. പരീക്ഷണോ? എന്ത് പരീക്ഷണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്തരം കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്ന് നിന്റെ അമ്മ പറഞ്ഞില്ലേ? അതിന്റെ ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ കല്യാണി വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കല്യാണിയുടെ കാര്യത്തിൽ നിന്റെ അമ്മ അനുകൂലമായ തീരുമാനമേ എടുക്കൂ. അല്ലച്ച, അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മ ഗംഗയെ ചുമതലപ്പെടുത്തിയത് എന്തിനാ? കല്യാണിക്കുള്ളതുപോലെ അത് ഗംഗയ്ക്കുള്ള ഒരു പരീക്ഷണം. പക്ഷേ ആ പരീക്ഷണത്തിൽ ഗംഗയെ തോൽപ്പിക്കേണ്ടത് നീയാണ്. നിന്റെ മിടുക്ക് പോലെ ഇരിക്കും കല്യാണിയുടെ ജയം. കല്യാണി 1ാം റാങ്കോടെ പാസ്സായാൽ പിന്നെ സംശയിക്കേണ്ട, ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ അവൾ തന്നെ. നീ ഇതൊന്നും ഓർത്ത് നിന്റെ മനസ്സിനെ കുഴപ്പത്തിലാക്കണ്ട. സമാധാനമായിട്ടിരിക്കും. അച്ഛന്റെ മനസ്സിലുള്ള ആഗ്രഹം, പ്രതീക്ഷ, അത് ശുഭപ്രതീക്ഷ തന്നെ ആയിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുക. ചെല്ല്, പോയി കിടന്നുറങ്ങും. ചെല്ലടാ. ആനന്ദ് സ്നാക്സ് ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് ഞാൻ കഴിക്കുന്ന സ്നാക്സ് അല്ല. പോയി ബിസ്ക്കറ്റ് എടുത്തിട്ടോ. ബിസ്ക്കറ്റോ? ആ, ഇപ്പൊ കൊണ്ടുവരാം. ആനന്ദ്, ബിസ്ക്കറ്റ്.
സ്വീറ്റ് ബിസ്ക്കറ്റോ? ഇതെനിക്ക് ഇഷ്ടമല്ല. പോയി സോൾട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടോ. സോൾട്ട് ബിസ്ക്കറ്റോ? ആ, കൊണ്ടുവരാം. ഈ നേരത്ത് ആനന്ദ് എന്തിനാ വിളിക്കുന്നത്? ഹലോ. ആ, എനിക്ക് നല്ല വിശപ്പ്. ചൂട് ദോശ വേണം. ഹോട്ട് ബോക്സിൽ ദോശ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്ക്. ഹോട്ട് ബോക്സിൽ വെച്ചിരിക്കുന്ന ദോശയൊന്നും എനിക്ക് വേണ്ട. നല്ല ചൂടോടെ ദോശക്കല്ലിന്ന് ഇളക്കി തരുന്ന ദോശ എനിക്ക് വേണ്ടത്. വാ, വന്ന് ചുടുക. എനിക്ക് നല്ല തലവേദന കാരണം ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ. പകുതി ഉറക്കത്തിൽ എഴുന്നേറ്റത് കൊണ്ട് വീണ്ടും തലവേദന കൂടി. ഹോട്ട് ബോക്സിലുള്ളത് വേണ്ടെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യും പ്ലീസ്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യേ. എന്നാ വല്യൂഞ്ഞ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? പറ്റുമെങ്കിൽ വന്ന് ദോശ വിട്ടുക. അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചിട്ട് പട്ടിണി കിടന്നോളാം. കുഴപ്പമില്ല. ഇതൊന്നും ശീലമില്ലാത്തോണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. വല്യൂഞ്ഞ അവിടെ പട്ടിണി കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങും വല്യൂഞ്ഞെ? ഓ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വന്ന് ദോശ ചുട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ ഹലോ ഹലോ. ശരി, ഒരു രാത്രിയല്ലേ? ഞാൻ പട്ടിണി കിടന്നോളാം. നീ കിടന്നുറങ്ങിക്കോ. നീ വന്നോ? നീ വരില്ലാന്ന് കരുതി ഞാനൊരു ബുൾസൈ ഉണ്ടാക്കാൻ നോക്കായിരുന്നു. വല്യൂഞ്ഞ ഇവിടെ വിശന്നിരിക്കുമ്പോ എനിക്ക് കിടന്ന ഉറക്കം വരൂ? ആ, എന്നാ പിന്നെ വൈകിക്കണ്ട. എനിക്ക് ദോശ ചുട്ടാ. വല്യൂഞ്ഞിന് ഏത് ദോശയാ വേണ്ടേ? സാധാ ദോശ വേണോ, മസാല ദോശ വേണോ, റവ ദോശ വേണോ, നെയ് റോസ്റ്റ് വേണോ? മതി 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 മതി. എനിക്കതൊന്നും അല്ല വേണ്ടത്. ഈശ്വര, ഇത് ഇളയമ കണ്ടല്ലോ. അവരാണെങ്കിൽ അത് കുഴപ്പാക്കും ചെയ്യാം. എന്തപ്പോ ഒരു വഴി. സത്യം പറയാലോ കല്യാണി, നാവും കൂടി ഇറങ്ങിപ്പോകുന്ന രുചി അതിന്. അതിന്റെ കൂടെ നിന്റെ കൈപുണ്യം കൂടി ആയപ്പോ സൂപ്പർബ്. എങ്ങോട്ട് പോയേ? തോട് കൊണ്ട് വച്ചിട്ടു. ഗംഗ ഗംഗ, ഞാനാ അരവിന്ദ്. ഒന്ന് പുറത്തേക്ക് വരുമോ? അരവിന്ദ് എന്താ ഈ പാതിരാത്രിയില്? എന്റെ വയറ് നിറഞ്ഞു. ഇനി നീയും കൂടെ കഴിക്കുന്നത് കണ്ടാലേ എന്റെ മനസ്സ് നിറയും. നീ വാ, നിനക്ക് ഞാൻ ദോശ വിട്ടുതരാം. അയ്യോ വേണ്ട വല്യൂഞ്ഞെ. വാ കല്യാണി. അയ്യോ വല്യൂഞ്ഞെ, നടക്ക്. വല്യൂഞ്ഞെ ആരെങ്കിലും കാണും. എന്താ അരവിന്ദ്, എന്തിനാ ഈ പാതിരാത്രിയിൽ വന്ന് തട്ടി വിളിച്ചത്? എന്തേലും പറയാനുണ്ടെങ്കിൽ രാവിലെ പറഞ്ഞാൽ മതി. അരവിന്ദ് പോകാൻ നോക്ക്. അത് ഒരു മിനിറ്റ്, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാ. ഇപ്പൊ തന്നെ പറയണം. എന്താ അത്യാവശ്യ കാര്യം? അതെ, ഇന്ന് മുതൽ ബ്രോയുടെ എല്ലാ കാര്യം ശ്രദ്ധിക്കണമെന്നേ അമ്മ ഗംഗയെ ചുമതലപ്പെടുത്തിയതല്ലേ? ആ അതെ. അതിനിപ്പോ എന്ത് പറ്റി? ആ, എന്ത് പറ്റീന്നാ?
എന്ത് ഉത്തരവാദിത്തമില്ലാതെ നിങ്ങൾ ഗംഗ കാണിക്കുന്നേ? ബ്രോയ്ക്ക് അവിടെ കല്ലിൽ ദോഷം ഇട്ടോണ്ടിരിക്കുക. അതിന്റെ ഒരു ഗംഗ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ ഗംഗയോടുള്ള സ്നേഹം കൊണ്ടുവന്നൊന്നുമല്ല. ഈ പാതിരാത്രി തൃച്ചംബരത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് വന്നതാ. അതെ, അമ്മയുടെ വാക്ക് ധിക്കരിക്കുന്നവരെ അമ്മ തൃച്ചംബരത്ത് വെച്ച് പുറപ്പിക്കാറില്ല, അറിയല്ലോ. ആ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെങ്കിലേ ഇളയമ്മ ചെന്ന അമ്മയെ കൂട്ടി കിച്ചണിലേക്ക് കൂട്ടി വരുന്നതിന് മുമ്പേ ഗംഗ കിച്ചണിലേക്ക് ചെല്ലേ. അമ്മ വരുമ്പോഴേ ഗംഗയാണ് ബ്രോയ്ക്ക് ദോശ ചുട്ടുകൊടുത്തതെന്ന് വിചാരിച്ചോളൂ. എന്റെ ഗംഗയെ ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞു തന്നത്. താല്പര്യമുണ്ട് ഇയാൾ കേട്ടാ മതി. താങ്ക്സ്. ഓക്കെ. ഇളയമ്മ, നിങ്ങൾ വെക്കുന്ന വേലകളൊന്നും ഇക്കാര്യത്തിൽ ഫലിക്കാൻ പോകുന്നില്ല. എന്താ രാത്രിയില് അമ്മ എന്താ ഈ സമയത്ത് പുറത്തിറങ്ങി കിടക്കുന്നത്? വിലാസിനിയുടെ ഒരു മിസ് കോൾ വന്ന് കിടക്കുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല. അതമ്മ ഇളയമ്മ എങ്ങാനും ഉറക്കത്തിൽ കൈതട്ടി വന്ന കോളായിരിക്കും. അത്യാവശ്യമാണ് ഈ വെറുതെ മിസ് കോൾ അടിക്കേണ്ട കാര്യമുണ്ടോ? അരവിന്ദ്, എന്ത്? അത് കൈതട്ടി വന്ന കോളൊന്നുമല്ല. ഞാൻ അഖിലേച്ചിയെ വിളിച്ചത് തന്നെയാ. നീ എന്തിനാ വെറുതെ മിസ് കോൾ അടിച്ചത്? ചേച്ചി താഴേക്ക് ഇറങ്ങി വന്ന് നോക്ക്. അപ്പം മനസ്സിലാകും ഞാൻ എന്തിനാ മിസ് കോൾ അടിച്ചെന്ന്. എന്തത്? എന്താ അഖിലേ, എന്തു പറ്റി? വിലാസിനി എന്തോ. ആ, വാ എല്ലാരും വാ വാ. എന്താണ് കാര്യം? ഗംഗേ,